ഇടിക്കാമെന്നല്ല, ഉറപ്പായിട്ടും ഇടിക്കും. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇത്രയും ഒതുക്കി കൊടുക്കാം. പക്ഷേങ്കിൽ ഈ ലെവലിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ എൻ്റെ വാഹനം റോഡ് സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർത്ത് ഒരു ഭിത്തിയോട്, ഒരു മതിലിനോട് ചേർത്താണ് എൻ്റെ വാഹനം നിർത്തിയിരിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാറ് റോഡിൽ ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പലർക്കും സംഭവിക്കുന്ന ഒരു ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും തെറ്റിപ്പോകും, സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റിപ്പോകും. ഈ രണ്ട് കാര്യങ്ങൾ ഒരേ രീതിയിൽ നിങ്ങൾക്ക് തെറ്റിയാൽ നമുക്ക് വാഹനം ചെറിയ സ്പേസുകളിലൂടെയും എതിരെ ഒരു വാഹനം വരുന്ന സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ റോഡിലൂടെ മറ്റാൾക്കാർ നടന്നു പോകുന്ന സിറ്റുവേഷനിലും നമുക്കൊരു വണ്ടിയെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും സ്റ്റിയറിംഗ് കൺട്രോളും നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതായത് ഇപ്പോൾ എൻ്റെ വാഹനം റോഡ് സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർത്ത് ഒരു ഭിത്തിയോട്, ഒരു മതിലിനോട് ചേർത്താണ് എൻ്റെ വാഹനം നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ വാഹനം നിർത്തിയിരിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി എങ്ങനെയാണ് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ലെഫ്റ്റ് മിററിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വണ്ടിയുടെ ബോഡി ഏരിയയും ഇടയിലുള്ള ഒരു സ്പേസും മതിലും എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളൊരു വാഹനം ലെഫ്റ്റ് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ വണ്ടിയുടെ ബോഡി ഏരിയ കാണണം. ഏകദേശം ഒരു 20% ബോഡി ഏരിയ, അതിന് ഇടയിലുള്ള സ്പേസ് കാണണം. ഒപ്പം തന്നെ നമുക്കിതുണ്ട് ഈ സൈഡിൽ കാണുന്ന മതിൽ നമുക്ക് കാണാനായിട്ട് കഴിയണം. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ലെഫ്റ്റ് സൈഡിലിട്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണം. മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് തെറ്റാനും പാടില്ല, ഒരുപാട് ചേരാനും പാടില്ല. അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ സെൻറ്റർ ഏരിയ ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഏരിയയും ആ മതിലിൻ്റെ എൻഡ് ഭാഗവും ഏകദേശം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടാണ് ഈ വാഹനവുമായിട്ട്, അതായത് ഈ സൈഡിലുള്ള മതിലുമായിട്ട് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി ഒരുപാട് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മതിലിനോട് ഒരുപാട് ചേർന്നു അല്ലെങ്കിൽ റോഡിനോട് ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും നിങ്ങളെ ഞാൻ കാണിച്ചാൽ. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അതേ ലെഫ്റ്റ് മിററിലൂടെ നമുക്ക് ആ സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുകയാണ്. എന്നിട്ട് സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കുക, ഒരു റൗണ്ട് വലത് സൈഡിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇതേ വാഹനം ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഞാൻ വാഹനം ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ റോഡിൻ്റെ എൻഡ് നോക്കുക, ഇത് ഒരു വില്ലേജ് റോഡാണ്. ഈ റോഡിൻ്റെ എൻഡ് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ ഈ റോഡിൻ്റെ എൻഡിനോട് എൻ്റെ വണ്ടി പരമാവധി ചേർക്കുകയാണ്, അതായത് അറ്റം ചേർന്ന് പോകുന്ന രീതിയിൽ ഞാൻ എൻ്റെ വാഹനത്തെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ എൻ്റെ വാഹനം പോകുന്നത് ഈ റോഡിൻ്റെ അറ്റം ചേർന്നാണ്, അതായത് ഈ ടാറിങ്ങിൻ്റെ അറ്റം ചേർന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത്? അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഈ ലെവലിലാണ്, അതായത് ആ ടാറിങ് റോഡിൻ്റെ എൻഡ് കാണുന്നത് ഈ ലെവലിലാണ്. അപ്പം നമ്മളൊരു വാഹനം പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഈ ലെവലിൽ വെച്ച് ചേർത്ത് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മൾ ആ മതിലോട് ഒരുപാട് ചേരും, നമ്മുടെ സൈഡ് മിറർ സൈഡിലുള്ള മതിലിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടുന്ന് വാഹനം ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുത്ത് ഞാൻ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ഒരു ഓട്ടോ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിക്കേ. അപ്പം ഞാൻ ഈ ലെവൽ വെച്ചാണ് ജഡ്ജ് ചെയ്ത് ഇങ്ങനെയാണ് ഓടിച്ചു വരുന്നതെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ വാഹനം എന്ത് ചെയ്യും? ആ ഓട്ടയെ ഇടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇടിക്കാമെന്നല്ല, ഉറപ്പായിട്ടും ഇടിക്കും. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇത്രയും ഒതുക്കി കൊടുക്കാം. പക്ഷേങ്കിൽ ഈ ലെവലിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ വണ്ടി ഉറപ്പായിട്ടും മുന്നിലുള്ള വാഹനത്തെ ഇടിക്കും. അപ്പം നിങ്ങൾ ഇനി ഇൻ കേസ് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്നു, നിങ്ങളുടെ വണ്ടി ഇതുപോലെ ചേർത്ത് ഓടിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഓടിച്ചു വരിക. എന്നിട്ട് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ
ടയറിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ലെവലിൽ കാണാവുന്ന പരുവത്തിലാകുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തണം. അതായത് നമുക്ക് റോഡ് കാണത്തില്ല, ആ ടയറിൻ്റെ അടിഭാഗം കാണാം. ഇതിനെയാണ് ടയർ ആൻഡ് ടാർമാർക്ക് റൂൾ എന്ന് പറയുന്നത്. അതായത് മുന്നിൽ കിടക്കുന്ന ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ അടിഭാഗം കാണാവുന്ന പരുവത്തിന് വാഹനം നിർത്തുക. റോഡ് കാണാനായിട്ട് നമുക്ക് കഴിയത്തില്ല, അതായത് ആ ഏരിയ കാണാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം കണ്ടു ഇവിടുന്ന് മാറ്റാനായിട്ട് കഴിയും. ഇവിടുന്ന് ഇപ്പം മാറ്റിയിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നു, ഈ സെൻറ്റർ ഏരിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റോഡിൻ്റെ എൻഡ് ജഡ്ജ് ചെയ്യുകയാണ്. അതായത് ഈ സെൻറ്റർ ഏരിയ വെച്ച്, ഈ സെൻറ്റർ ഏരിയ വെച്ചിട്ടാണ് ഞാൻ ഇനി ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ വാഹനം ഒരു കാരണവശാലും ഈ വണ്ടി ഇടിക്കത്തില്ല. നിങ്ങൾ നോക്കുക, ഇതുകൊണ്ടോ ലെഫ്റ്റ് സൈഡ് ഞാനൊരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ആണ് വരുന്നത്. ഇതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ ആണെങ്കിൽ പോലും സൈഡിലുള്ള വണ്ടിയെ തട്ടാതെ എനിക്ക് ഇതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇതുകൊണ്ടോ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിത് ഏകദേശം ഈ ലെവലിട്ട് ആ റോഡിൻ്റെ എൻഡ് നോക്കുകയാണ്. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഒരുപാട് അങ്ങോട്ട് ചേരുമെന്ന് വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് മാറ്റി ഇങ്ങോട്ടാക്കുക. അതായത് ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ഏരിയയും ആ റോഡിൻ്റെ എൻഡും കൂടെ ഇത് ഇങ്ങനെ നോക്കുക. ഈ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല സ്പേസ് ഇട്ട് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലുള്ള ആ റോഡിൻ്റെ എൻഡുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ റോഡിൽ ഒരാൾ നടന്നു പോയപ്പോലും നമുക്ക് തട്ടാതിരിക്കാനായിട്ട് ഇതുകൊണ്ട് ഈ ഗ്യാപ്പ് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ഈ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ജഡ്ജ്മെൻറ്റ് ഇടുക. അതായത് റോഡിൻ്റെ എൻഡ് ഭാഗവും ഈ ഒരു ഭാഗവും ഇങ്ങനെ ജഡ്ജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റോഡിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, റോഡിൻ്റെ എൻഡ് ദീർഘദൂരം നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക, ഈ ഒരു പൊസിഷൻ വെച്ച് ഡ്രൈവ് ചെയ്യുക. ഈ പൊസിഷൻ വെച്ച് നേരെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ അതനുസരിച്ചിട്ട് നിങ്ങളിവിടെ സ്റ്റിയറിങ്ങിനെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങളിൽ പലർക്കും തന്നെ തെറ്റിപ്പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുമ്പോഴാണ്. അതായത് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് സ്പീഡ് കൂടി കഴിയുമ്പോൾ സ്റ്റിയറിങ്ങിനെ നിവർത്താനും അതുപോലെ തന്നെ തിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനം ഓടിക്കുന്ന സമയത്ത് പരമാവധി സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക. സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യുകയും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയും. അതായത് സ്റ്റിയറിങ്ങിൻ്റെ ചെറിയ തിരിവുകളും സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ട് കഴിയും. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളും അതനുസരിച്ച് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, സ്പീഡ് കുറച്ച് ആദ്യം ഓടിക്കുക, ഈ ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് കറക്റ്റാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും സ്റ്റിയറിംഗ് കൺട്രോളും കറക്റ്റ് ആക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളൊന്ന് പ്രാക്ടീസ് എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കത്തുള്ളൂ. ഇനി ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിടുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.